മുല്ലപ്പെരിയാർ ഡാം എന്തുകൊണ്ട് ഡീകമ്മീഷൻ ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് വരുന്നില്ല? എന്താണ് ഇതിന് വേണ്ടത്ര രൂപത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഒരു ഗൗരവമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നത് ഒരു 100-150 കോടി ഇതിനു വേണ്ടി ചെലവാക്കിയാൽ തന്നെ ഇതിൽ നിന്ന് ചിലപ്പോൾ കുറഞ്ഞ തുക മാത്രമായിരിക്കും ഒരുപക്ഷെ അടിച്ചു മാറ്റാൻ കഴിയുന്നത്. ഇനി നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിക്കുക. ഇത് പൊട്ടിയാൽ ഈ പൊട്ടിയ ഡാമിൻ്റെ പേരിൽ ലോകം മുഴുവനും നമ്മെ സഹായിക്കും. ഇത് ഡീകമ്മീഷൻ ചെയ്താൽ കിട്ടുന്ന അടിച്ചു മാറ്റാൻ പറ്റുന്ന തുകയേക്കാൾ എത്രയോ 10 മടങ്ങ് കോടി പണം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ദുരിതാശ്വാസ നിധിയിലേക്ക് വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ മെച്ചം കിട്ടുന്നത് എവിടെ നിന്നാണ്? ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ മതി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതായിരിക്കാം ഒരു കാരണം. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് വിശദമായി പഠനം നടത്തുകയും ഇതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ വീഡിയോ ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കണ്ടു. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഈ മുല്ലപ്പെരിയാർ ഡാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ ഗവൺമെൻറ് ഇതൊന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി 90 ലക്ഷം രൂപ അനുവദിച്ചു. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, 90 ലക്ഷം രൂപ ഗവൺമെൻറ് അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അനുവദിച്ചു. എന്നിട്ട് അവിടെയും ഇവിടെയുമൊക്കെ ചെറിയ ഹോൾസുള്ള ഭാഗങ്ങളിലെ കുറച്ച് സിമെൻറ്റും കാര്യങ്ങളൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് 90 ലക്ഷം രൂപക്ക് അനുവദിച്ച ആ പദ്ധതി 10 ലക്ഷം രൂപ കൊണ്ട് അത് തീർത്തു. ബാക്കി വരുന്ന തുക ഇവരെല്ലാവരും ഷെയർ ചെയ്ത് അടിച്ചു മാറ്റി മുക്കി. ഇതാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് താഴെ ജീവിക്കുന്ന ആളുകളുടെ മനോനില, അവരുടെ വിഷമം, ആളുകളുടെ ജീവൻ, നാശനഷ്ടങ്ങൾ, ഇതൊക്കെ വിറ്റുകൊണ്ട് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണം അടിച്ചു മാറ്റാൻ പറ്റുന്ന മേഖല ഏതാണ്, അതായിരിക്കും ഒരുപക്ഷെ ഇവർ ചിന്തിക്കുന്നത്. അല്ലാതെ ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഇത്രയും ആളുകൾ അതിൻ്റെ താഴെ നിന്നുകൊണ്ട് തീ തിന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ എല്ലാവരിലേക്ക് എത്തിയിട്ടുണ്ട്. 4-5 വർഷമായിട്ട് ഈ സമയം വരുമ്പോഴെങ്കിലും ഇത് ചർച്ചയാകുന്നുണ്ടല്ലോ. മതി, ഏകദേശം എല്ലാവരിലേക്കും ഈ വിഷയം കൃത്യമായി ആളുകൾ പഠിച്ചു, മനസ്സിലാക്കി. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ എപ്പോഴും ഭയമായിരിക്കും. എല്ലാ ആളുകളും ഒരുപോലെയാകൂല. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ നല്ല മനഃശക്തിയുള്ള ആളുകളുണ്ടാവും. എന്നായാലും നമ്മൾ മരിക്കും, ഇത് പൊട്ടിയിട്ട് മരിക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ. പക്ഷേ ചില ആളുകൾ വളരെ ലോല ഹൃദയമുള്ള ആളുകളുണ്ടാകും. പഠിച്ചവനെ, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ, ഇത് ചിന്തിച്ചുകൊണ്ട് ശരിക്കൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ മാനസികമായി തളരുന്ന ആളുകളുണ്ടാകും. അവരും മനുഷ്യന്മാരാണ്, അവരും ജീവനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോഴും അതൊന്നും കണക്കിലെടുക്കാതെ ഇത് ഈ രൂപത്തിൽ നെവർ മൈൻഡ് ആക്കിയിട്ട് തള്ളണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ്നാടുമായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നവരെ നിലക്ക് നിർത്താനും അല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു തീരുമാനമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ മാസപ്പടിയോ വർഷപ്പടിയോ നല്ലൊരു കമ്മീഷൻ കൈപ്പറ്റുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ ശബ്ദം ഉയർത്തരുത്. ഇതിനെതിരെ ഇത് ഡീകമ്മീഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും ഇവിടെ ചർച്ച നടക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയാൽ അവരെ ഒതുക്കി നിർത്താൻ അതിന് അച്ചാരം വാങ്ങിക്കൊണ്ട് നടക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിൻ്റെയും പിന്നിൽ കമ്മീഷൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിലും കോടികൾ കൈപ്പറ്റുന്ന, തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് കോടികൾ കൈപ്പറ്റുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. ഇത്രയും വർഷമായിട്ട്, ഇരട്ടിയിലേറെ വർഷമായിട്ട് ഇതുവരെ തീരുമാനമാകാത്തത് കൊണ്ട് ബുദ്ധിയുള്ള തലച്ചോറുള്ള ഏതൊരാളും ഇങ്ങനെയേ ചിന്തിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരുമാനമാകട്ടെ. നമ്മുടെ സഹോദരന്മാരുടെ ജീവനാണ് നമുക്ക് വലുത്.
നമ്മളിതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദുരിതാശ്വാസം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനൊന്നും അവിടെ യാതൊരു സ്കോപ്പും ഇല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഈ 6 ജില്ല എന്ന് പറയുമ്പോൾ വടക്കൻ മേഖലയുള്ള മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് ഈ ഭാഗത്തുള്ളവർ വിചാരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ സേഫാണ്. ആരും സേഫല്ല, എല്ലാവരും കൂടും. കാരണം ഈ വെള്ളം നമുക്ക് ആ ഒരു ദുരന്തം മാത്രം എടുത്ത് നോക്കാം, ദുരന്തത്തിന് ശേഷമുള്ള അവസ്ഥ നമുക്ക് വിടാം. ഈ ദുരന്തം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭൂമി കുലുക്കം തന്നെ ഇവിടെ സംഭവിക്കും. കേരളത്തിൽ ഭൂമിക്ക് പല തരത്തിലുള്ള വൈബ്രേഷനും ഇവിടെ സംഭവിക്കും. നമ്മുടെ മലപ്പുറം എന്നൊക്കെ പറയുന്നത് യാതൊരു സേഫും ഇല്ലാത്ത നാടാണ്, ഒരു സേഫും നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ മലകളും മറ്റു കുന്നും പ്രദേശങ്ങളുമായി കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ മലപ്പുറം ജില്ല, അല്ലെങ്കിൽ കണ്ണൂർ, വയനാട്, എല്ലാ ജില്ലകളിലും ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത്, ദുരന്തം, ഒരു എഫക്റ്റ് എല്ലാ ജില്ലകളിലും ഉണ്ടാകും. ആരും ഞങ്ങൾ സേഫാണ്, ഞങ്ങൾ അതിൽ പെടൂല എന്നൊന്നും കരുതി വെറുതെ ഇരിക്കണ്ട. മാത്രവുമല്ല, മലപ്പുറം, കാസർഗോഡ് ഒക്കെ തീരദേശത്ത് താമസിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഈ വെള്ളം മുഴുവനും നമ്മളൊക്കെ കേട്ടതായിരിക്കും, ഈ വെള്ളം മുഴുവനും ചെല്ലുന്നത് അറബിക്കടലിലേക്കാണ്. ഇത് തീർച്ചയായിട്ടും തിരിച്ചിങ്ങോട്ടൊരു വരവുണ്ട്. ഒരുപക്ഷെ ആ വരവിൽ ഈ തീരദേശത്ത് താമസിക്കുന്നവരുടെയൊക്കെ ജീവൻ അത് വലിയ നിലക്ക് തന്നെ അപകട ഭീഷണി ഉയർത്തുന്ന രൂപത്തിലായിരിക്കും ഇങ്ങോട്ട് തിരിച്ചു വരിക. അപ്പോൾ ആരും രക്ഷപ്പെട്ടു എന്ന് കരുതരുത്, എല്ലാവരുടെയും പ്രശ്നമാണ്. കേരളത്തിൽ ജീവിക്കുന്ന 3.5 കോടി വരുന്ന എല്ലാവരുടെയും പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ബഹുജന പ്രക്ഷോഭം ഇതിനാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമാകട്ടെ. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.